Hey guys, welcome back again to my YouTube channel, and this video is about how I'm preparing for my 5th sem exam. നമ്മളുടെ 5th sem exam is going to start from tomorrow onwards and 27th and 27th March തൊട്ട് 7th April വരെയാണ് ഷെഡ്യൂൾസ് വന്നിരിക്കുന്നത്. And I'm preparing for my labor law 2, like industrial ലേബർ ലോ 2 അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അറ്റ് നൗ ഐ എം ഗോയിങ് ത്രൂ ദിസ് മൊഡ്യൂൾ 5 നമ്മൾക്ക് ഡിഫറെൻറ്റ് ആക്ട്സ് ഉണ്ട്. മൊഡ്യൂൾ 5 മാത്രമല്ല, മൊത്തത്തിൽ വി ഹാവ് ഓൾമോസ്റ്റ് 8 to 9 ആക്ട് പഠിക്കാനുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ബോണസ് ആക്ട്. സോ അതും ഗ്രാറ്റുവിറ്റി മൊഡ്യൂൾ 5 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് 27th ആണ്. ഇന്നത്തെ 12:45 ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളത് സ്നേഹമുണ്ട്, ബാക്കി രണ്ടുപേരും വന്നിട്ടില്ല. അവരൊരു 1 o'clock കഴിയുമ്പോഴത്തേക്ക് എത്തുള്ളൂ. പിന്നെ നമ്മളിതാ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവൾ നോക്കുന്നത് കമ്മീഷണേഴ്സ് പവേഴ്സൊക്കെ നോക്കണത്. ആൻഡ് ഞാൻ ഇനി എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. മാത്രമല്ല, ഇന്നിവിടെ ഭയങ്കര കോളേജിൽ നല്ല തിരക്കാണ് കേട്ടോ. എന്തോ ഇവാലുവേഷനും പിന്നെ അല്ലാണ്ട് എന്തോ ക്യാമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കാരണം ഈ പ്രാവശ്യത്തെ ലേബർ എക്സാം എനിക്ക് തോന്നുന്നു ടഫാവും തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് 10 ആക്റ്റൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട് മൊത്തം. സോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വെള്ളം കുടിക്കുമെന്ന്. യെസ് ഗൈസ്, ഇന്നലത്തെ എക്സാം വാസ് ലൈക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾക്ക് കുറേ ആക്ട് ഉണ്ടായതുകൊണ്ട് മൊത്തത്തിൽ കുറേ പേർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. മൊഡ്യൂൾ 5 നമുക്ക് ആക്ടിവിറ്റി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അത് വന്നില്ല. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഇപ്പോൾ ഞങ്ങൾ എംപുരാൻ കാണാൻ പോവാണ്. നമ്മൾ സാനിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2:30 ഷോ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1:30 ആയി. അധികം സമയം എടുക്കില്ല, പക്ഷെ അവിടെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്. ഓക്കെ, സോ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അവിടെ തിരക്കുണ്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു തടസ്സമാണോ എങ്കിൽ മണപ്പുറം സെൽഫികളില്ല. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച്. യെസ് ഗൈസ്, സോ ടുഡേ ഈസ് 29 സാറ്റർഡേ. സോ ഇന്നത്തെ ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. പിന്നെ അല്ലാണ്ട് തന്നെ ഇവിടെ പെയിൻറ്റിങ്ങും ക്ലീനിങ്ങൊക്കെ നടക്കുക വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇൻഡെപ്ത് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾക്ക് ഇനിയുള്ള എക്സാം ഈസ് ഓൺ സെക്കൻഡിന് ഈസ് ലൈക്ക് IT ലോ ആണുള്ളത്. ആൻഡ് ഓൺ 4th വി ഹാവ് കമ്പനി ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഭാഗം കമ്പനി ലോ നോക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അതിനാകെ ഒരു ദിവസമേ. സോ ഞാൻ നോക്കുന്നത് ഈസ് ഫ്രം ലോ ഫീഡ്. വി ഹാവ് ഗൂഗിൾ ഡ്രൈവ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നോട്ട്സും പിന്നെ ലെക്ചർ നോട്ട്സും പിന്നെ അല്ലാണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ റെഫർ ചെയ്യേണ്ടി വരാറില്ല. പിന്നെ ഓഫ് കോഴ്സ് ഐ ഹാവ് ടേക്കൺ 1 റെഫറൻസ് ബുക്ക്, ഇത് സൈബർ ലോൻ്റെ. ആൻഡ് യെസ്, അപ്പോൾ അത് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇങ്ങനെയാണ് നമ്മൾക്കുള്ള നോട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് മൊത്തം ഇങ്ങനെ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ലേബർ ലോൻ്റെ ഇപ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പ്രോബ്ലംസും പിന്നെ 3 മാർക്സിന് ക്വസ്റ്റ്യൻസും പിന്നെ അല്ലാണ്ട് തന്നെ വി ഹാവ് ലൈക്ക് ഓരോരോ മൊഡ്യൂൾ വൈസ് നോട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഓരോ മൊഡ്യൂൾ വൈസ് നോട്ട്സ് ആണ്. സോ ഇതാണ് ഞാൻ നോക്കി പഠിക്കുന്നത്. യെസ്, അങ്ങനെ പഠിച്ചു കഴിഞ്ഞു കുറച്ച്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേരായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടാവില്ല, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. സോ അവരായിട്ട് നമ്മൾ ഔട്ടിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ബാക്കി ഒരാളെ ഞാൻ കണ്ടായിരുന്നു, അപ്പോൾ അവൻ പോയിട്ട് ബാക്കി ആൾക്കാരെ ഇപ്പോൾ വിളിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3-4 പേര് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവസാനം ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. യെസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഈ മന്തി കഴിക്കാൻ പോവാണ്. കുറേ നാളെ മന്തി കഴിച്ചിട്ട് കാശ്മീരിൽ നിന്ന് പോയി വന്നിട്ട് കാശ്മീരിൽ പോയതിൻ്റെ ഒരു വ്ളോഗൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ കാശ്മീർ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറേ ഫുഡ് കഴിക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. സോ അത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഫസ്റ്റ് ലിസ്റ്റ് ഉള്ളത് മന്തിയാണ്. മന്തി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാൻ പോവാണ്. ഞങ്ങൾ അതിന് അറബിക് കാലിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് അൽഫാം മന്തിയാണ്, പക്ഷേ അൽഫാം മന്തി 1.5 അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പൈസി ചിക്കൻ മന്തിയാണ് പറഞ്ഞത്. എൻ്റെ ഇപ്പം ഇത് റൊവാൻ ഉണ്ട്, ഇവിടെ എഡ് ഉണ്ട്, ബിമലുണ്ട് ആൻഡ് ചേടനുണ്ട്. യെസ് ഗൈസ്, ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വന്നിരിക്കുക. ശരിക്കും ഈ 1:30-ക്കൊക്കെ വന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിൽക്കണമെങ്കിൽ ചുമ്മാ വന്നിന്നാണ്. അങ്ങനെ നമ്മൾ രാവിലെ പള്ളിയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, ലൈക്ക് ഇവിടെ എട്ടെങ്കിലും വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. സോ കുമ്പളങ്ങിയിൽ നിങ്ങൾ വരുവാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഈ എട്ടിങ്കൽ വന്ന് കഴിക്കണം എന്നുള്ളത്. കാരണം ഇവിടുത്തെ ഭയങ്കര ഫേമസ് പ്ലേസാണ്. ഇവിടുത്തെ ഫേമസ് ഐറ്റംസ് ലൈക്ക് പൊറോട്ട, ഇറച്ചിക്കറി, പിന്നെ പുട്ട്, ബീഫ് കറി, ഇതൊക്കെ നല്ല ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുമ്പളങ്ങിയിൽ വരുവാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദിസ് തിങ്സ്. നമ്മൾ പറഞ്ഞ ഐറ്റം പുട്ട് പറഞ്ഞു, പുട്ടും മുട്ടക്കറിയും പറഞ്ഞു, പിന്നെ പൊറോട്ടയും ബീഫും പറഞ്ഞു. അതാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മമ്മിയുടെ റൂട്ട് കനാൽ ചെയ്തിട്ട് നമ്മളിതാ തിരിച്ചിറങ്ങുകയാണ്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇനി ക്യാപ്പ് ഇടാമല്ലോ അല്ലേ? യെസ്, ക്യാപ്പ് ഇടാൻ വേറെ ദിവസം നമ്മൾ കോൺടാക്ട് ചെയ്യും, അപ്പോൾ നമ്മൾ വന്നാൽ മതി. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഒരു മരവിപ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. സോ അത് നമ്മൾ നികത്താൻ വേണ്ടി 2 ഐസ്ക്രീം വാങ്ങിച്ചു. ഒരെണ്ണം ചോക്ലേറ്റും ഒരെണ്ണം ബട്ടർസ്കോച്ചാണ് വാങ്ങിച്ചത്. യെസ്, ഇന്ന് ഈസ് 1st of April. ആൻഡ് യെസ്, ഞാൻ ശരിക്കും ഒന്ന് പഠിച്ച് ഇൻഡെപ്തായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡെപ്ത് ഒന്നുമല്ല, മൊഡ്യൂൾ വൈസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മൊഡ്യൂൾ 1ഉം 2ഉം എനിക്ക് കുഴപ്പമില്ല. അത്യാവശ്യം മൊഡ്യൂൾ 1 ഫസ്റ്റ് ഇൻറ്റേണിൽ എഴുതിയതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്. ആൻഡ് മൊഡ്യൂൾ 2 ഓൾസോ ഫൈൻ. നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. 3 ഈസ് അബൌട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെനിക്കൊന്ന് ഇൻഡെപ്ത് നോക്കേണ്ടി വരും. മൊഡ്യൂൾ 4 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനെ പറ്റിയുള്ളത് ഇന്നലെ തന്നെ പഠിച്ച് കഴിഞ്ഞായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഈസ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 ഓഫ് IT ലോ ഡീൽസ് അബൌട്ട് വിത്ത് ദിസ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്, അതിനൊക്കെ പറ്റിയാണ് പഠിക്കുന്നത്. ആൻഡ് നൗ GI ഇനീഷ്യേറ്റീവ്, അങ്ങനത്തെ കുറച്ച് ഇനീഷ്യേറ്റീവ്സൊക്കെ ഉണ്ട്. ഇൻ്റർനാഷണൽ അപ്രോച്ചസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എസ്പെഷ്യലി ഞാൻ ലൈക്ക് മോർണിംഗ് തൊട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഫെഡപ്പായി. പക്ഷെ എന്നാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആൾഡൻ ഗേവ് മീ ദിസ് റിഫ്രഷ്മെൻറ്റ്സ്. അവൻ മാംഗോ ജ്യൂസ് എന്തോ, പിന്നെ ഡേറ്റ്സ്.
ലേസ് അല്ല, ബിങ്കോ ലേസ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഹി ഗോട്ട് മീ ദിസ് ഗ്രീൻ ബിങ്കോ വിച്ച് ഇസ് ലൈക്ക് അനിയൻ, അതിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ സ്പൈസി വൺ ഓൾസോ. ഇത് രണ്ടുമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. കാരണം കുറേ നേരം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റിഫ്രഷ്മെൻറ്റ്സ് കിട്ടുമ്പോഴത്തേക്കും നല്ലതാണ്. സോ എന്തായാലും ഞാനിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ 5 കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ എന്നാണ്. കാരണം അത് കുറച്ചും കൂടി ഉള്ളൂ, വളരെ കുറച്ചും കൂടി ഉള്ളൂ. സോ ഐ തോട്ട് ഐ കംപ്ലീറ്റ് ഇൻ ദിസ് മൊഡ്യൂൾ 5 റൈറ്റ് നൗ. പ്ലസ് ഈ ഒരു റിഫ്രഷ്മെൻറ്റ് ഇൻടേക്കും ഉണ്ടാവും. April 2 ആണ് നമ്മളുടെ IT എക്സാം ഉണ്ടായിരുന്നു ഇന്ന്. ആൻഡ് IT എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ദിസ് വൺ. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായത് വാസ് ലൈക്ക് IT ആക്ടിനെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാരണം 15 മാർക്സിൻ്റെ IT ആക്ട് എങ്ങനെ ഇവോൾവ് ആയത് ഇന്ത്യയിൽ, വിച്ച് ഇസ് ലൈക്ക് മൊഡ്യൂൾ 1 തന്നെ ഒരു ഭാഗമായിരുന്നു. പിന്നെ ഞാൻ എഴുതിയത് വാസ് ഓഫ് മൊഡ്യൂൾ 5 ലൈക്ക് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അതിനെപ്പറ്റിയും, പിന്നെ അല്ലാണ്ട് അതിൻ്റെ കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, GII ഇനീഷ്യേറ്റീവും, പിന്നെ അതുപോലെ തന്നെ ദിസ് ECMS അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു അതൊക്കെയാണ് ഞാൻ എഴുതിയത്. ആൻഡ് അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പ്രോബ്ലംസും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സൈബർ ക്രൈംസിനെ പറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അതിനെ പറ്റിയുള്ളൊരു അത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 3 ആൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു. അത് ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് വന്ന പ്രോബ്ലംസ്. പിന്നെ 3 മാർക്സ് ക്വസ്റ്റ്യൻസിൽ IT റൂൾസിനെ പറ്റി ഉണ്ടായിരുന്നു. പിന്നെ ക്രൈംസും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഹൗ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് കൺവെൻഷണൽ ക്രൈം വിച്ച് ഇസ് എ പാർട്ട് ഓഫ് മൊഡ്യൂൾ 1. പിന്നെ സർട്ടിഫൈങ് അതോറിറ്റീസ്, അതും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ക്രൈംസ് അധികം ഇൻഡെപ്ത്ത് ലൈക്ക് ഫിഷിങ് അങ്ങനത്തെ ഇൻഡെപ്ത്ത് ക്വസ്റ്റ്യൻസ് വന്നില്ല. പക്ഷേ ഒരു ക്രൈം വാസ് ലൈക്ക് റാൻസംവെയർ, എന്താണ് റാൻസംവെയർ അറ്റാക്കിനെ പറ്റി ചോദിച്ചായിരുന്നു. ദെൻ ലൈക്ക് ഡൊമൈൻ നെയിം, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്. നമ്മളുടെ ഇപ്പോൾ 5th മൊഡ്യൂൾ ഈസ് അബൌട്ട് ഇൻ്റർനാഷണൽ തിങ്സ്, ലൈക്ക് ഇൻ്റർനാഷണൽ തിങ്സ് അല്ല, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റിയുള്ളത്. അപ്പോൾ അതിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് ദിസ് ട്രേഡ് മാർക്ക് ആസ് വെൽ ആസ് ഡൊമൈൻ നെയിം. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ആൻഡ് വിച്ച് വാസ് ലൈക്ക് ഫൈൻ. ദ എക്സാം വാസ് ഓൾമോസ്റ്റ് ഫൈൻ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ബഹളം വെക്കുകയാണ്. ഇവിടുത്തെ ഫുഡൊന്നും ചൂടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ബേക്കറി കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എൻ്റെ ഫുഡ് ചൂടായിട്ടുണ്ട്. സോ ഇന്ന് 4th ആയിരുന്നു, April 4th നമ്മളുടെ കമ്പനിയിലൂടെ എക്സാം. ആൻഡ് എക്സാമിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് അനീറ്റ വന്നിട്ടുണ്ട്. സോ നാളെ ഞങ്ങൾ മലയാറ്റൂർ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ഇന്ന് വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി. ആൻഡ് എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ എക്സാം അവർ ചക്കിനെക്കുറിച്ച് ചോദിച്ചു, ഞാൻ പ്ലാവിനെക്കുറിച്ച് എഴുതി വെച്ചു. അതാണ് എനിക്ക് പറയാൻ പറ്റുക. കാരണം അവർ ചോദിച്ചത് ഒരു കുഞ്ഞു പോർഷനാണെങ്കിൽ എനിക്ക് ആ പോർഷനെ പറ്റി അങ്ങനെ വളരെ കുറച്ചറിയാൻ പറ്റുള്ളായിരുന്നു. അതിനെപ്പറ്റി ചുറ്റുവറ്റുള്ള സംഭവങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, ഞങ്ങളപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും സാധാരണ എപ്പോഴും ചെയ്യാറുള്ളൊരു പരിപാടിയാണ് മൈലാഞ്ചി ഇടുക. സോ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഇപ്പോൾ എനിക്കൊരു കിടിലൻ ഡിസൈൻ തരും. അപ്പോൾ അതിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിസൈനാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇതാണ് എനിക്ക് അനീറ്റ തന്നിരിക്കുന്ന ഡിസൈൻ. ഇത് അവളുടെ കയ്യിൽ വരച്ചിടണമെന്ന് പറഞ്ഞത്. ഇത് ഞാൻ വരച്ചു വരുമ്പോഴത്തേക്കും എന്താകുമെന്ന് എനിക്കറിയില്ല. ജീസസ്, ദിസ് ഈസ് എ വെരി ടഫ് വൺ. എന്നാലും ഞാൻ ശ്രമിക്കാം. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം ഇതാ ഞാൻ ഇട്ട മെഹന്തി ഇതാണ്. ആൻഡ് ഈ മെഹന്തിയുടെ ശരിക്കുള്ള മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കുള്ള മോഡൽ. ഏകദേശം സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇവളുടെ കൈ ചെറുതായതുകൊണ്ട് കുറേ ഡിസൈനൊന്നും എനിക്ക് വരക്കാൻ പറ്റിയില്ല. കുറേ ഡിസൈനൊക്കെ എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. സോ യെസ്, അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള മെഹന്തി ഞാൻ ഇട്ടിട്ടുണ്ട്. ഹേ ഗൈസ്,
അങ്ങനെ ഞങ്ങൾ രാവിലെ 5 മണിയായപ്പോഴത്തേക്കും ഇതാ ഇറങ്ങാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇതാ അനീറ്റ് എൻ്റെ ഒപ്പം ഉണ്ട്. ആൻഡ് ബാക്കിൽ റോണുണ്ട്. പിന്നെ ജോണു ആൻഡ് കാത്തി അവരിപ്പോൾ വരും. അവരെന്നെ വിളിച്ചായിരുന്നു. ഞങ്ങളപ്പോൾ വെള്ളം കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് റെഡിയായി പോകാൻ പോവാണ്. എന്താ റോണെ പറഞ്ഞ? അങ്ങനെ സമയം 6:30 ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. യെസ്, ഇവിടെ ജോണുണ്ട്, കാത്തിയുണ്ട് ആൻഡ് റോൺ. ഇപ്പം നമ്മൾ വെള്ളം ഒരു കുപ്പിയിലേക്ക് പകർത്തിക്കൊണ്ട് പോവാണ്. കാരണം പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ആൻഡ് ഇവിടെ അനീറ്റുണ്ട്. അങ്ങനെ നമ്മൾ തിരിയൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് കയറി പോകണം. യെസ് ഗൈസ്, അങ്ങനെ 8 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ മല കയറി. ലൈക്ക് ശരിക്കും വേർത്തുപോയി. എൻ്റെ അമ്മയെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അവിടെ റിഫ്രഷ്മെൻ്റ് ആയിട്ട് എനിക്ക് അനീറ്റ ലൈം വാട്ടർ കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇവിടെ മേളിൽ നമുക്കിങ്ങനെ ലൈം വാട്ടർ കിട്ടും. ലൈം വാട്ടർ ഇറ്റ്സ് അമേസിങ്, സൂപ്പർ. ഇതിൻ്റെ മേളിൽ വന്നിട്ട് ഈ ഒരു കാപ്പി കുടിക്കാൻ നല്ല സുഖമായിരിക്കും. നല്ല ചൂട് കാപ്പി ഉണ്ട്. പിന്നെ ഇവരൊക്കെ ചുക്ക് കാപ്പിയാണ് പറഞ്ഞത്. ചുക്ക് കാപ്പി എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. യെസ്, ഞങ്ങളപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ആൻഡ് റോണിൻ്റെ ഓഫീസിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. 2 പേരില്ല, 2 ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കുനാലും വന്നിരുന്നു, പിന്നെ ഒന്ന് വിപിൻ ചേട്ടനും വന്നിരുന്നു. യെസ്, അവരൊക്കെ അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ്. അതെനിക്ക് മാർഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളിനി മല ഇറങ്ങാൻ പോവാണ്. ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ അധികം നേരം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വെയിൽ കുറച്ച് കൂടും, അപ്പോൾ ചൂടും കൂടും. സോ ഇപ്പോൾ നമ്മൾ മല ഇറങ്ങാണ്. കുഞ്ഞാലവിടെ മാറി നിൽപ്പുണ്ട്. കുഞ്ഞാലിന് വിശക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മാറി നിൽക്കുക. ഈ മല മൊത്തം ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും, പക്ഷേ മര്യാദക്ക് കാല് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് സ്കിഡാവാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്കിങ്ങനെ കഞ്ഞി കിട്ടും. ഇത് നല്ല ലാവിഷാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് നേർച്ചയായിട്ട് കൊടുക്കുകയാണ്. കുറേ പേര് ഇവിടെ നിന്ന് കഴിക്കാറുണ്ട്. യെസ്, അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് 11 o'clock ആയപ്പോഴേക്കും ഞങ്ങളിത് തിരിച്ചിവിടെ നിന്ന് പോവാണ്. ടയേർഡായി. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ആസ് റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഇനി നേരെ ഒന്ന് ആൽബിയൊക്കെ പോകണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും ഇഫ്താറിലൊന്ന് കയറിയിരിക്കുക ഇവിടെ ഫുഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരെ നമ്മളിവിടെ കയറ്റാൻ നോക്കി, പക്ഷെ അവർ പറഞ്ഞു അവർക്ക് ഇവിടെ വേണ്ട, അവർക്ക് മസാല ദോശ വേണമെന്ന്. ഞങ്ങൾ പറയാൻ പോണത് മന്തിയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇനി ഫുഡ് ടെംപ്റ്റേഷൻ, കാരണം അവർ മുമ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് മസാല ദോശ കഴിക്കാൻ പോയി. ശരവണയിൽ ഓപ്പോസിറ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ മന്തി കഴിക്കാൻ വന്നിരിക്കുക. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ മന്തി വന്നിരിക്കുകയാണ്. യെസ്, ഞങ്ങളിനി ഇത് കഴിച്ച് കഴിയട്ടെ, കാരണം ഞങ്ങൾ ഇനി കുറച്ച് ബിസി ആയിരിക്കും.
അങ്ങനെ ഞങ്ങളുടെ പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എക്സാം ഈസ് ഡൺ കംപ്ലീറ്റഡ്. ഇന്നത്തെ കൊണ്ട് ഞങ്ങളുടെ എക്സാംസ് ഒക്കെ ഓവറാണ്.